ഹായ് ഹലോ SRP ദി മല്ലുവിന്റെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രൊമോയും കാര്യങ്ങളൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത്. ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു, സീസൺ 7 ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നിർത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ കണ്ടന്റുകളോ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് വേണ്ടിയോ ഇല്ല ഏഷ്യാന്റെ എപ്പിസോഡിലേക്ക് വേണ്ടിയോ യാതൊരുവിധ കണ്ടന്റും കിട്ടുന്നില്ല, അതുകൊണ്ട് ഷോ നിർത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ആക്ച്വലി ബിഗ് ബോസിന്റെ ഒരു കണ്ടന്റ് ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ അത് അപ്പൊ തന്നെ അവിടെ തന്നെ സോൾവ് ആയി. പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ റൂൾസ്, അവരുടെ നിയമങ്ങളൊന്നും അവിടെ അനുസരിക്കുന്നില്ല പലരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പലരും ഒരു കളി വട്ടമായിട്ടാണ്, ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഒരു വലിയൊരു മത്സരം, ഒരു വലിയൊരു റിയാലിറ്റി ഷോ ആണ്. ഇന്ത്യയിലെ തന്നെ വലിയൊരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പല ഭാഷകളിലും നടക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഉള്ള ഒരു ഷോയാണ്. ആ ഒരു ഷോയ്ക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് കൊടുക്കാതെ പലരും അവിടെ കളിച്ച് ചിരിച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞത്, ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറയുമ്പോഴും അവരൊക്കെ എണീറ്റ് നടക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഡിസ്റെസ്പെക്ട് അവർ അവിടെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്. അതുപോലെ തന്നെ ഒബിയസ്ലി അത് ഇവരെയൊക്കെ വോട്ടിട്ട് ജയിപ്പിക്കുന്ന പ്രേക്ഷകരോടും കൂടെ ഉള്ള ഒരു ബഹുമാനം ഇല്ലാത്ത ഒരു പരിപാടിയാണത്. അപ്പോൾ അതുപോലെ തന്നെ അവർ പറയുന്ന അവർക്കൊരു റൂൾസ് ഉണ്ട്. ഇപ്പം അവിടെ വസ്ത്രങ്ങൾ കിട്ടുന്നില്ല, അവരുടെ മേക്കപ്പ് ഐറ്റംസ് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് അവർ ഏഴിന്റെ പണിയെന്ന് ഉദ്ദേശിച്ച് ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പലതും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം ഇതിനകത്ത് മത്സരിക്കാൻ പോകാൻ. അപ്പോഴത്തേക്കും അവിടെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ റൂൾ എന്താണോ അതാണ്. വസ്ത്രങ്ങൾ കൊടുക്കാത്തിൽ കണ്ടുകൊണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുന്നുണ്ട്. ഇവർക്കൊരു പുതിയ വസ്ത്രം കൊടുക്കാത്ത എന്താണ്, അത് അവരുടെ സ്ക്രിപ്റ്റിലുള്ള പരിപാടിയായിരിക്കും. അവര് പ്ലാൻ ചെയ്ത പോലെ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് മത്സരാർത്ഥികൾ അത് അനുസരിക്കുക തന്നെയാണ്. അനുസരിക്കുന്ന പലരും ഉണ്ട് അതിനകത്ത്, റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് പോകുന്ന പലരും ഉണ്ട്. അനീഷിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ ജിസേലിനെ പോലെയുള്ളവരാണ് അത് ഒട്ടും ഫോളോ ചെയ്യാത്തത്. ജിസേലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ പുള്ളിക്കാരിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുള്ളിക്കാരി ഒരു മോഡലാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിൽ മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പുള്ളിക്കാരി പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സഡൻ ഡിസിഷൻ ബിഗ് ബോസ് എടുത്തത്. പിന്നെ അത് അങ്ങനെ ചെയ്യില്ല, ഇനി ആ റൂൾസ് ഒന്നും തെറ്റിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ എന്റെ ഭാഗത്ത് നിന്ന് വേറെ യാതൊരുവിധ റിയാക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അപ്പൊ ക്യാപ്റ്റനും ബാക്കിയുള്ളവരും കൂടെ അത് സമ്മതിച്ചു, ഞങ്ങളുടെ ഭാഗത്ത് ഇനി ഉണ്ടാവില്ല. അങ്ങനെ കുറ്റസമ്മതമൊക്കെ നടത്തി. അങ്ങനെ അവസാനം കണ്ടിന്യൂ ചെയ്തു. അപ്പൊ തന്നെ അധിക സമയം എടുത്തില്ല, കണ്ടിന്യൂ ചെയ്ത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ബിഗ് ബോസ് പിന്നെ തുടങ്ങിയത്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടത്തുന്നത്. അതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതായത് ഈ വീക്കിൽ 2 പേർ പുറത്താവും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇത് ഉറപ്പായിട്ടും ഈ ഒരു എവിക്ഷൻ ഇവർ നടത്തും എന്നുള്ളതാണ്. കാരണം പലരുടെയും കമന്റ്സ് ഒക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അത് മോഹൻലാൽ വന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ തന്നെ പറഞ്ഞാണ് ഇന്ന കാര്യങ്ങൾ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ലൈവ് നടക്കുമ്പോഴൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് പല കണ്ടസ്റ്റൻസിനെ ഒഴിവാക്കി പുതിയ ആൾക്കാരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. വൈൽഡ് കാർഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്തായാലും 2 പേരെ അതിൽ നിന്ന് പുറത്താക്കും അവര്. അപ്പോ അവരിങ്ങനെ അവിടെ തന്നെ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ തന്നെ ഈ 19 പേരെ ഇടയിൽ നിന്ന് തന്നെ അവര് മത്സരം നടത്തി. അവിടെ ഒരു ചെറിയ ബോർഡും കാര്യങ്ങളും ചെറിയ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിൽക്കണം എന്ന് വന്ന് ഞാൻ സമർത്ഥിക്കുക. കുറച്ച് സമയം കൊടുക്കുന്നു, 1 മിനിറ്റോ എന്ത് സമയം ഉണ്ടായിരുന്നു. ആ സമയത്തിന് ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യനാണ് എന്ന് തെളിയിക്കാനായിട്ട് ഒരു സ്പീച്ച് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ പലരും വന്ന് അവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിച്ചു. അപ്പോ എന്നെ ഇവിടെ നിർത്തണം, എനിക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്, പലരും റിക്വസ്റ്റ് ചെയ്യുന്ന അപ്പാനി ശേഷത്തൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റു പലരും തങ്ങളുടെ യോഗ്യത എങ്ങനെയാണ്, ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യനാണെന്ന രീതിയിലൊക്കെ നല്ലൊരു സ്പീച്ചൊക്കെ നടത്തിയിട്ട് പോയി പല ആൾക്കാരും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. എങ്കിലും പലരും ആ അടിസ്ഥാനത്തിലല്ല അവരെ തീരുമാനിച്ചത്. കാരണം അവരുടെ ഉള്ളിൽ പേഴ്സണലി ഉണ്ടാകുന്ന ഒരു ഗ്രഡ്ജ് വെച്ചിട്ടോ, അല്ലെങ്കിൽ അവര് മൊത്തത്തിൽ ഇയാൾ പോണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ആൾക്കാരെ തന്നെയാണ് അവര് മാർക്ക് ചെയ്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ അതിൽ വോട്ട് കിട്ടിയത് അനീഷിനാണ്. 15 പേരാണ് അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ മാർക്ക് ചെയ്തത്. അപ്പം ഒബിയസ്ലി ഫസ്റ്റ് 1ാം സ്ഥാനത്ത് അനീഷ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തുണ്ടാകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഷാരിക KB, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒനീൽ വന്നിട്ടുണ്ട്, റെന ഫാത്തിമ വന്നിട്ടുണ്ട്, രേണു സുധി വന്നിട്ടുണ്ട്, സരിക, കലാഭവൻ സരിക. അപ്പൊ ഈ 6 പേരാണ് മിഡ് വീക്ക് എവിക്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ എവിക്ഷൻ ഒരിക്കലും പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ചിട്ടായിരിക്കില്ല. ചൊവ്വ ബുധൻ വ്യാഴം ഈ 3 ദിവസങ്ങളാണ് ഇവർക്ക് സമയമുള്ളത്. ഈ 3 ദിവസത്തിൽ 2 പേര് ഔട്ടാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ 3 ദിവസം കിട്ടുന്ന ടാസ്കുകൾ അതിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ അവർ ഇത്തവണ ഔട്ടാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് പുറത്താവാൻ പോകുന്നത് സരിക, 2ാമത്തെ ആള് റെന ഫാത്തിമ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒനീലായിരിക്കാം. ഇത് എന്റെ ഒരു കാൽക്കുലേഷൻ ആണ്, എന്റെ ഒരു മൈൻഡിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ടാസ്ക് അവർ റിയൽ ആയിട്ട് ടാസ്കിന്റെ ബേസിലാണ് പുറത്താക്കുന്നതെങ്കിൽ 1ാമത് പുറത്തു പോകേണ്ട ആള് രേണുസുതി ആയിരിക്കും. അപ്പൊ രേണുസുതി ഞാൻ മുൻപത്തെ വീഡിയോകളിലും പറഞ്ഞിട്ട്, രേണുസുതി അവർ പുറത്താക്കാൻ യാതൊരു ചാൻസും ഇല്ല. സത്യത്തിൽ അവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരു പ്ലെയർ ആണ് രേണുസുതി. അവിടെ ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാതെ എന്താ പറയുക, ഒരു
വഴക്കുണ്ടാക്കാമെന്നാണ് ബിഗ് ബോസ് എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കളിക്കാൻ വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ സൈലന്റ് ആയിട്ട് എല്ലായിടത്തും ഇരിക്കുന്നു. വഴക്കുണ്ടാക്കുന്നത് മാത്രമാണ് വലിയൊരു സംഭവം എന്ന് കരുതിയിട്ട് പോയി വഴക്കുണ്ടാക്കുന്നുണ്ട്. ചില സമയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആക്ടിങ് ഉണ്ട്, ഒരുപാട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേസ് വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. എപ്പോഴും എന്ന് സുഖം എല്ലാ തലവേദന. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പരിപാടി അല്ല സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല ബിഗ് ബോസ് അവരെ ഒരിക്കലും പുറത്തെടുത്ത് കളയില്ല എന്ന് തോന്നുന്നു. കാരണം അവരുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത്യാവശ്യം റീച്ചുകൾ, അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത്യാവശ്യം റീച്ച് കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ബിഗ് ബോസ് അവരെ പുറത്ത് കളയില്ല. റിയൽ ടാസ്കിന്റെ ബേസിലാണെങ്കിൽ ഉറപ്പായിട്ടും അവർ തന്നെ ആയിരിക്കും പുറത്തു പോകുന്നത്. നമുക്കറിയില്ല വരും ദിവസങ്ങളെങ്കിൽ, എങ്കിലും നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കാണുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ, ഇവരെ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് ടാസ്കിൽ നിന്നും പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് രേണുസുതിയൊക്കെ. അങ്ങനെയാണെങ്കിൽ രേണുസുതിയും കലാഭവൻ സരികയായിരിക്കും. സരികയും ഈ പറഞ്ഞ പോലെ ടാസ്കിൽ നിന്നും അത്ര ആക്റ്റീവായിട്ട് കാണുന്ന ഒരാളല്ല. ചുമ്മാ സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്നല്ലാണ്ട് അവിടെ ഒരു ഇതായിട്ടുള്ള. അനീഷൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഷാരിക കെ ബിയും നല്ല രീതിയിൽ അത്യാവശ്യം നിൽക്കുന്നതാണ്. റെന ഫാത്തിമ ചിലപ്പോൾ ഔട്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു കൊച്ചുകുട്ടിയാണെന്ന രീതിയിൽ നടപടികൾ സ്വീകരിച്ചതായി. കൊച്ചുകുട്ടി എന്നുള്ള റീസണിലല്ല, അവർ ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന ഈ 6 പേരിൽ അവർക്ക് നിർത്തിയാൽ അവർക്ക് ഒരു റീച്ച് കിട്ടും എന്നുള്ള ആൾക്കാരെ അവരവിടെ നിർത്തിക്കുള്ളൂ. അപ്പോൾ ടാസ്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ടാസ്കിന്റെ റിസൾട്ടും പോയിന്റ് ഒക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ അവരും പെർഫോമൻസ് അനീഷും ഒനീലും ഒക്കെ പെർഫോം ചെയ്യും തന്നെ വിശ്വസിക്കാം. ശാരികയൊക്കെ നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ആ എവിക്ഷൻ സംഭവിക്കുന്നത്. അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം, ആ പുറത്താകുന്ന 2 പേർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം, അവർക്ക് ഒരിക്കൽ കൂടി ലാലേട്ടനെ ഒന്ന് കാണാനോ അടുത്ത് പോയി സംസാരിക്കാനോ പറ്റില്ല എന്നുള്ളതാണ്. കാരണം മിഡ് വീക്ക് എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുന്നത് വീക്കെൻഡുകളിലാണ് ലാലേട്ടന്റെ വന്നിട്ടുള്ള ആ ഒരു വീക്കെൻഡ് എവിക്ഷൻ നടക്കുന്നത്. അപ്പൊ അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നടൻ, ഒരു മഹാനടന്റെ മുൻപിൽ ഒരിക്കൽ കൂടി പോയി നിന്ന് സംസാരിക്കുക. പേഴ്സണലി തൊട്ടടുത്ത്, നമ്മളൊക്കെ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ ലാലേട്ടനെ. ഞാനും ദൂരെ എന്ന് വെച്ചാൽ ഒരു കുറച്ച് ഒരു 5 ആൾ ദൂരത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. വളരെ അടുത്താണ്, ഒരുപാട് ദൂരെയല്ല. എങ്കിൽ പോലും നമുക്ക് പേഴ്സണലി ഒന്ന് അടുത്തുനിന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു നടനെ കാണുക, സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഇവർ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഒന്ന് കാണാനും ഒന്ന് യാത്ര പറഞ്ഞു പോകാനുള്ള അവസരം മിഡ് വീക്ക് എവിക്ഷനിൽ വരുന്ന കണ്ടസ്റ്റൻസിന് കിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് ഈ ആഴ്ചയിൽ പറയാനുള്ളത്. ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ മിഡ് വീക്ക് എവിക്ഷൻ റിയൽ ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പുറത്താകാൻ പോകുന്നത് 3 പേരുമാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. കലാഭവൻ സരിക, റെന ഫാത്തിമ, ഒനീൽ. ഈ 3 പേരിൽ 2 പേരെ പുറത്തു പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവരാരും വീക്കെൻഡ് എവിക്ഷനിൽ ഉൾപ്പെടില്ല. വീക്കെൻഡ് എവിക്ഷനിൽ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.